ബഹുമാനമുള്ള സഹോദര, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് കൊണ്ടുവരാനും നിങ്ങളുടെ ബന്ധപ്പെടലിലൂടെ നിങ്ങൾക്ക് നൽകുന്ന സന്താനങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സന്താനമായി മാറുവാനും നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചെറിയ സംഭവം. ഫാത്തിമ ബീവി മണിയറയിലിരുന്ന് പൊട്ടി കരയുമ്പോൾ ഫാത്തിമ ബീവിയുടെ അരികത്തേക്ക് പോയിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മരുമോൻ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫാത്തിമ, എന്തേ ഫാത്തിമ നീ കരയുന്നത്? തറക ഫിറാശഹുമാ വഖാമാ ഫിദ്ദുജാ യതലദാനി ബി തഅതിർ റഹ്മാനി. ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയി, ഫാത്തിമ, നിന്റെ കരച്ചിൽ എന്തിനാണ് ഫാത്തിമ എന്ന് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അല്ലയോ മഹാനവറുകളെ, ഏതൊരു ചെറുപ്പക്കാരന്റെയും അഭിലാഷമാണ്, ആഗ്രഹമാണ് അവന്റെ വിവാഹ ദിവസം ആദ്യ രാത്രി പങ്കിടുക എന്നുള്ളത്. പക്ഷേ എനിക്കിപ്പോൾ എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു കാര്യം, നമ്മുടെ മക്കൾ, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ രണ്ടുപേരുടെയും ബന്ധത്തിലൂടെ അള്ളാഹു നൽകുന്ന സന്താനങ്ങൾ ലോക ജനതയ്ക്ക് മാതൃകാ മഹതികളാകണം, മാതൃകാ പുരുഷന്മാരാകണം. വഴിതെറ്റിപ്പോയ സന്താന പരമ്പരകളാകരുത്. നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളായി മാറണം. മഹാനവറുകളെ, ഇന്ന് നമ്മൾ രണ്ടുപേരും ഒരു പന്തലിന്റെ കീഴിലാണ്, ഒരു കുടക്കീഴിലാണ്, ഒരു മണിയറയിലാണ്, ഒരു പുതപ്പിന്റെ കീഴിലാണ്. നാളെ ഈ ഫാത്തിമ ഒറ്റപ്പെട്ട ഒരു കുഴിക്കകത്ത് പോയി കിടക്കേണ്ടി വരും. നാളെ എന്റെ ഭ്രാന്തനായ എന്റെ ഭർത്താവായ അങ്ങും ഒറ്റപ്പെട്ട ഒരു കബറിനകത്ത് പോയി കിടക്കേണ്ടി വരും. മഹാനവറുകളെ, ആ ഒറ്റപ്പെട്ട ജീവിതത്തിലും അല്ലാഹു നമ്മുടെ രണ്ടുപേരുടെയും ആത്മാവിനെ സംഗമിപ്പിക്കുവാൻ, സമ്മേളിപ്പിക്കുവാൻ, സന്തോഷിപ്പിക്കുവാൻ ഈ ആദ്യ രാത്രിയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇന്നത്തെ രാത്രി ഒന്ന് മാറ്റിവെച്ചുകൊണ്ട്, ഉറക്കം മാറ്റിവെച്ച്, കുസൃതികൾ മാറ്റിവെച്ച്, രഹസ്യങ്ങൾ പരസ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുന്നിൽ 2 റക്അത്ത് നമസ്കരിക്കാൻ നിങ്ങൾ അനുവാദം തരുമോ ഇല്ലയോ എന്ന ശങ്ക എനിക്ക് വന്നുപോയി. അതാണ് ഞാൻ കരഞ്ഞു പോയത് മഹാനവറുകളെ. അത്രയുള്ളോ, പ്രശ്നമില്ല, ഒഴിവാക്കാം. തറക ഫിറാശഹുമാ വഖാമാ ഫിദ്ദുജാ യതലദാനി ബി തഅതിർ റഹ്മാനി. രണ്ടുപേരും വിരിപ്പങ്ങൊഴിവാക്കി. വഖാമാ, അവർ രണ്ടുപേരും നിലകൊണ്ടു. ഫിദ്ദുജാ, നേരം വെളുക്കുവോളം അവർ നിന്നു. യതലദാനി, അവർ രണ്ടുപേരുടെയും ആനന്ദം, രണ്ടുപേരുടെയും കുസൃതി, രണ്ടുപേരുടെയും സന്തോഷം ബിതഅതിർ റഹ്മാനി. കാരുണ്യവാനും പരമകാരുണികനുമായ തമ്പുരാനെ സ്തുതിക്കലിലൂടെയും പ്രകീർത്തിക്കലിലൂടെയും സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കലിലൂടെയും ആയിരുന്നു ആ രാത്രി അവരുടെ രണ്ടുപേരുടെയും സന്തോഷം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവരുടെ രണ്ടുപേരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇറാഖിന്റെ മണ്ണിൽ വെള്ളം കിട്ടാതെ കണ്ട് യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഓരത്ത് കിടന്ന് പിടഞ്ഞ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടുവെങ്കിൽ സഹോദര, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വേർപാടിൽ ദുഃഖിച്ച ലോകമേ, മുഹറമിൽ നിങ്ങൾ ആ ഒരു സ്മരണ അയവിറക്കുമെങ്കിൽ ഏറ്റവും നല്ല ശുദ്ധജല തടാകത്തിന്റെ ഓരത്ത് കിടന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് ബഹുമാനപ്പെട്ട മഹാനായ ഷഹീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സ്മരിക്കാത്ത ഒരു മുസ്ലിം ഇന്ന് ലോകത്തുണ്ടോ? ഏതെങ്കിലും ജുമാ ഖുത്ബയിൽ ഹസൻ ഹുസൈനെ സ്മരിക്കാത്ത ഒരു ജുമായുണ്ടോ, ഒരു ദുആയുണ്ടോ? പ്രവാചകന്റെ പേരമകനെ, പൊന്നുമകനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് പോയിട്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പൊന്നുപ്പാ. ബഹുമാനപ്പെട്ട പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന പട്ടണത്തിന്റെ ഉമ്മറപ്പടിയിൽ പോയി നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുപ്പാ, ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഉപ്പാ,
അന്ന് മദീനയുടെ മിമ്പറിൽ നിന്ന് ഖുതുബ പാരായണം ചെയ്തിട്ട് ഖുതുബ പ്രഭാഷണം നടത്തിയപ്പോഴും ഞാനും എന്റെ സഹോദരനും ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് പള്ളിക്കകത്തേക്ക് കടന്നു വന്നപ്പോഴും ഞങ്ങളെ വേദനിപ്പിക്കാതെ മിമ്പറിന്റെ പടികളിൽ നിന്ന് താഴെ ഇറങ്ങി ഞങ്ങളെ രണ്ടുപേരെയും എടുത്ത് ചുംബിച്ച് ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ഞങ്ങളെ സന്തോഷിപ്പിച്ച എന്റെ പൊന്നുപ്പ, കൂഫയുടെ മക്കൾ ഈ ഹുസൈനെ വിളിക്കുന്നു ഉപ്പാ. ചതിക്കാനാണോ കൊല്ലാനാണോ എന്തിനാണ് എന്നറിയില്ല എന്റെ പൊന്നുപ്പ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകട്ടെ ഉപ്പ, അവിടുത്തെ അനുവാദം ഞാൻ ആഗ്രഹിക്കുന്നു ഉപ്പ. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു തളർന്നുപോയി, കേട്ട് തളർന്നുപോയി, കരഞ്ഞു തളർന്നുപോയി, ബോധരഹിതനായി. ബഹുമാനപ്പെട്ട പ്രവാചകൻ അതാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുണർത്തിക്കൊണ്ട് സ്വപ്നത്തിൽ വന്ന് പറയുന്നു, മോനെ, എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നു മോനെ, തുറത്തി എന്റെ രക്തത്തിന്റെ അംശമേ, എന്റെ കരളിന്റെ കാതലേ, എന്റെ എല്ലാമായ മോനെ, കൂഫക്കാരുടെ വിളി നീ സ്വീകരിക്കണം മകനെ, കൂഫക്കാരുടെ വിളി നീ സ്വീകരിക്കണം മകനെ. പക്ഷേ ആ ഹുസൈനെ ഞാൻ കാണുന്നു മോനെ, ശുദ്ധജല തടാകത്തിന്റെ അരികത്ത് കിടന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ നീ പിടഞ്ഞു മരിക്കുന്നത് ഈ പ്രവാചകൻ നിന്റെ പൊന്നുപ്പ കാണുന്നു മോനെ. പെട്ടെന്ന് ഞെട്ടി ഉണർന്നു പോയി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചുറപ്പിച്ചു, എന്റെ ഈ കുപ്പ എനിക്ക് അനുവാദം നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഇനിയും മറ്റു ചില ചർച്ചകളൊന്നുമില്ല. നേരെ പോയി കൂഫയിലേക്ക്. ചരിത്രമറിയാമല്ലോ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തല കൊയ്തെടുത്ത് അറുത്തുമാറ്റി കൊന്തത്തിൽ കൊണ്ട് ആനന്ദം കൊണ്ടില്ലേ യസീദിന്റെ അനുയായികൾ. സഹോദര, ലോകമെമ്പാടും ഹുസൈൻ റളിയല്ലാഹു അൻഹു വാഴ്ത്തുകയും പുകഴ്ത്തുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് കൂഫയുടെ മക്കൾക്ക് ഹിദായത്ത് അല്ലാഹു പ്രദാനം ചെയ്തില്ലേ? ഇറാഖിന്റെ മക്കൾക്ക് അല്ലാഹു പ്രദാനം ചെയ്തില്ലേ? ആ കൂഫയിലെയും ഇറാഖിലെയും ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മുസ്ലിം സമുദായം ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം മയവിറക്കുന്നുവെങ്കിൽ അതിനുള്ള കാരണം മഹദിയായ ഫാത്തിമയുടെയും മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ആദ്യ രാത്രിയിലത്തെ നേരം വെളുക്കുവോളമുള്ള നമസ്കാരത്തിന്റെ ദുആയാണ്. അതിനാ പറഞ്ഞത് മക്കള് നന്നാവാനാണ് ആദ്യ രാത്രി നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും സാധിക്കാനല്ല. അല്ലാതെ നിങ്ങളുടെ കാര്യപരിപാടിയിലൊന്നും ഇസ്ലാം തലകടത്താനും വരുന്നില്ല, അതിന് വിഘാതം നിൽക്കാനും വരുന്നില്ല. നിങ്ങളുടെ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ, മാതാക്കളെ, പിതാക്കളെ നിങ്ങൾക്കും മാത്രമല്ല സമുദായത്തിനും ഗുണമുള്ള മക്കളായി മാറണം. അതിനു വേണ്ടിയിട്ടാ പറഞ്ഞത്. അതിനാ 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞത്. 5 മിനിറ്റ് നമസ്കരിച്ചിട്ട് പെണ്ണിന്റെ തലയ്ക്ക് കൈവച്ചിട്ട് ചെറുക്ക നീ ഒന്ന് പ്രാർത്ഥിക്കണേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിഹാ വ ഖൈരി മാ ജബൽതഹാ അലൈ വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബൽതഹാ അലൈ. പടച്ചവനെ, ഇവളിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ നന്മകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. ഇവളിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ തിന്മകളെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാഹ്. അൽഹംദുലില്ലാഹ്, സാലിഹത്തായ ഭാര്യയായി മാറി. ഇന്ന് ഇത് വല്ലതും ചെയ്യാറുണ്ടോ? ഫോട്ടോടുപ്പ് അല്ലോ, ഫോൺവിളി, ഒപ്പന പാടല്, മ്യൂസിക്, നൃത്തം, നാടം, എന്തൊക്കെ പേക്കോത്തുകളാ. പിന്നെ എങ്ങനെ ഇവരുടെ ദാമ്പത്യ ജീവിതം ഹൈറാവുക? നിങ്ങൾ പറയും. ഇസ്ലാമിക വ്യവസ്ഥകളും ഇസ്ലാമിക നിയമങ്ങളും ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ചെയ്താലാണ് ആ കുടുംബം എന്തുണ്ടാവുള്ളൂ, ഇമ്പമുള്ള കുടുംബമായി മാറുകയുള്ളൂ. ഇനി അടുത്ത് കുടുംബ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. കുടുംബ ജീവിതത്തിലേക്ക് ഇനിയാണ് കടക്കാൻ പോണത്. രണ്ടുപേരുടെയും ബന്ധത്തിലൂടെ കുടുംബം ഇസ്ലാം വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് പ്രഭാഷണം അവസാനിപ്പിച്ചു കൊള്ളാം. ഒന്നാമതായി, വൈവാഹിക ജീവിതം കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് കുടുംബ ജീവിതമാണ്. കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പം, രണ്ടുപേരും ചേർന്ന് സന്തോഷകരമായ ജീവിതം നയിക്കുമ്പോൾ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഇമ്പമാണ് കുടുംബം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون.
അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അതെ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അൻ ഖലഖലക്കും, നിങ്ങളെ സൃഷ്ടിച്ചത്. മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചു തന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട കാര്യമാണ്. എന്തിന്? നമ്മുടെ ഇനത്തിൽ നിന്ന് തന്നെയാ പെണ്ണിനെ അള്ളാഹു നമുക്ക് നൽകിയത്. അല്ലാതെ ആണുങ്ങൾക്ക് മൃഗത്തിന്റെ ഇനത്തിൽ നിന്നൊന്നും അല്ല തന്നത്. അള്ളാഹു ഒരു പെണ്ണിന് വേറെ ഒരു പശുവിനെ കെട്ടിച്ചു കൊടുത്തിരുന്നെങ്കിലോ എന്തായതിന അവസ്ഥ? അതുകൊണ്ട് അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെയാണ് ഇണകളെ അവൻ സൃഷ്ടിച്ചു തന്നത്. നിങ്ങളുടെ ഇനത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം എന്തെന്ന് മനസ്സിലാക്കിയ പെണ്ണ്, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിവുള്ള പെണ്ണ്. മൃഗത്തിന് കഴിയില്ലാതെ മനുഷ്യത്തിക്ക് കഴിയും, മനുഷ്യന് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ഇനത്തിൽ നിന്ന് തന്നെ ഞാൻ ഒരു പെണ്ണിനെ കെട്ടിച്ചെന്നിരിക്കുകയാണ് നിങ്ങൾക്ക്. എന്തിന്? ലിതസ്കുനൂ ഇലൈഹാ, അവളുമായി ആത്മനിർവൃതി ഉണ്ടാകാൻ, സല്ലപിക്കാൻ, സന്തോഷിക്കാൻ ആത്മനിർവൃതി ഉണ്ടാകണം. പെണ്ണും ചെറുക്കനും തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷമുണ്ടാകണം. അതാണ് കുടുംബം എന്ന് പറയുന്നത്. മസ്കൻ എന്ന വീടിന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന വീടിനാണ് മസ്കൻ എന്ന് തന്നെ പറയുന്നത്. മസ്കൻ, ഭർത്താവുള്ള വീട്, ഭാര്യയുള്ള വീട്. അതുകൊണ്ട് ഇണകളുണ്ടെങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ സൃഷ്ടി വൈഭവങ്ങൾ പരിശോധിച്ചാൽ എല്ലാ വസ്തുക്കളെയും അല്ലാഹു സൃഷ്ടിച്ചത് അസ്വാജ, ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. എല്ലാ വസ്തുക്കളെയും. ومن كل شيء خلقنا زوجين لعلكم تذكرون. എല്ലാ വസ്തുക്കളിൽ നിന്നും നാം ജോഡികളെ സൃഷ്ടിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നവരാണല്ലോ നമ്മൾ. സൂറത്ത് യാസീൻ 114 അധ്യായങ്ങളിലെ 36-ാമത്തെ അധ്യായമാണ്. ആ 36-ാമത്തെ അധ്യായത്തിലെ 36-ാമത്തെ ആയത്തൊന്ന് പരിശോധിക്കണേ. ഇന്ന് പോയി സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അവനെത്ര പരിശുദ്ധനാണ്. സകലമാന വസ്തുക്കളെയും അതിന്റെ ഇനങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചുവെങ്കിൽ അവനെത്ര പരിശുദ്ധനാണ്. ഇവകളെയെല്ലാം ജോഡികളാക്കി, ഇണകളാക്കി സൃഷ്ടിച്ച തമ്പുരാനെ, നിനക്കാണ് അകലസ്തുതി, നിനക്കാണ് സകലസ്തുതി, നിനക്കാണ് പ്രകീർത്തനങ്ങൾ, നിനക്കാണ് സങ്കീർത്തനങ്ങൾ. അൽഹംദുലില്ലാഹ്. സൂറത്ത് യാസീനിൽ പോലും അവ ജോഡിയാക്കിയിട്ടാ പറഞ്ഞു ഈ ആയത്തും. എല്ലാ വസ്തുക്കളെയും ഇണകളായി സൃഷ്ടിച്ച അവൻ പരിശുദ്ധനാണ്. അതുപോലെ അല്ലാഹു പറഞ്ഞെന്താ? വഖലഖനാകും അസ്വാജാ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ജോഡികളായിട്ടാണ് സൃഷ്ടിച്ചത്. വമിനൽ അൻആമി അസ്വാജാ. ജോഡികൾ മൃഗങ്ങളിലുണ്ട്. കാള, പശു, എരുമ, പോത്ത്, കിട, ആട്, ഇല്ലേ? അതിന്റെയൊക്കെ എല്ലാ ജോഡികളില്ലേ? ന്യൂട്ടർ, ഫേസ്, നെഗറ്റീവ്, പോസിറ്റീവ്, പൂവൻ, പെട, രാത്രി, പകല്, ഇരുള്, വെളിച്ചം, കുറവമ്മല, കുറത്തിമല, ഇങ്ങനെ എണ്ണിയാൽ എല്ലാം ജോഡികൾ. ജോഡികൾ. ജോഡിയില്ലാത്തത് വല്ലതുണ്ടോ? ഈ വസ്തുക്കളെല്ലാം ഉള്ള ജോഡിയായിട്ടാണ് സൃഷ്ടിച്ചത്. ജോഡി ഇല്ലെങ്കിൽ എല്ലാം ഔട്ടായി പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ജോഡിയെ തേടി പിടിച്ച് പെട്ടെന്ന് കല്യാണം കഴിയുന്ന. ഒറ്റയ്ക്ക് കിടന്ന് ആകെ ഇടങ്ങാറായി പോവും. അല്ലാഹു പറഞ്ഞത് അങ്ങനെ ഞാൻ നിങ്ങളെയും ജോഡികളായിട്ടാണ് സൃഷ്ടിച്ചത്. എന്തിന്? നിങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ, സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ. പിന്നെ ഈ കല്യാണം കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത് എന്താ? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്ക് സ്നേഹവും കാരുണ്യവും പകർന്നു തരാനാണ് ഈ വിവാഹം. നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ ഞാൻ നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്നത്. സ്നേഹവും കാരുണ്യവും പകർന്നു തരാൻ, സന്തോഷകരമായ ജീവിതം. എന്ത് രസമാണ്! അതാണ് കുടുംബം. അപ്പോൾ ഒരുമിച്ച് കൂടി
അല്ലാഹു മറ്റൊരായത്തിൽ പറയുന്നു ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദഹ വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹാ. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട കാര്യമാണ് നിങ്ങളുടെ ഇനത്തിൽ നിന്ന് തന്നെ ഒരിണയെ തെരഞ്ഞെടുത്ത് തന്നുകൊണ്ട് നിങ്ങൾക്ക് ഭാര്യയാക്കി തന്ന് അവരുടെ രണ്ടുപേരുടെയും സന്തോഷ ജീവിതത്തിലൂടെ കൂടുതൽ കൂടുതൽ ആത്മാവിന് സന്തോഷം പകരൽ എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട കാര്യമാണ്. അപ്പൊ ആദ്യം കല്യാണത്തിന് ഒരുമിച്ച് കൂടി. ശരി, രണ്ടാമത്തെ കാര്യപരിപാടി എന്താ? ശാരീരികമായുള്ള ബന്ധമാണ്. ഒരു ഭർത്താവ് ഭാര്യയെ ബന്ധപ്പെടുമ്പോൾ പിശാചിന്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് അവൻ കാവൽ ചോദിച്ചു കൊള്ളട്ടെ. ആദ്യ രാത്രിയൊക്കെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ പെണ്ണ് പറയും ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പൊ മക്കളെ വേണ്ട എന്നർത്ഥം. നിങ്ങളങ്ങ് ഗൾഫിൽ പോകും, ഞാനിതും തള്ളി പിടിച്ചോണ്ടെങ്കിൽ നടക്കേണ്ട ആശുപത്രി തോറും. അതുകൊണ്ട് നിങ്ങളൊക്കെ പോയിട്ട് ലീവ് എടുത്ത് ഒരു വർഷം ഇവിടെ ഒന്നില്ല, അപ്പൊ നമുക്ക് നോക്കാം. ഉടനെ മലക്ക് മുകളിൽ ഇരുന്ന് ആമീൻ, പടച്ചവനെ ഇവക്ക് ഈ അടുത്ത സമയത്തെങ്ങാണ് മക്കളെ കൊടുക്കല്ലേ അല്ലാ. അതാണ് ഈ കുട്ടികളില്ലാതെ ഇങ്ങനെ തേരാപ്പേര നടക്കുന്നത്. അവിടെ ആദ്യത്തെ ദിവസം അങ്ങനെ ദുആ ചെയ്യല്ലേ, പിന്നെ എങ്ങനെ ദുആ ചെയ്യണം അള്ളാഹ് പറഞ്ഞു തരുന്നു. എന്തായിരിക്കണം നിങ്ങളുടെ ഡ്യൂട്ടി? ആദ്യത്തെ രാത്രി فلما توساها حملت حملا خفيفا. വൈവാഹിക ജീവിതം കൊണ്ട് ഒന്നാമത്തെ പാർട്ട് കുടുംബം, രണ്ടാമത്തെ പാർട്ട് കുടുംബ കൊട്ടാരത്തിന്റെ ശിലാസ്ഥാപനം വഹിക്കൽ. ഇനി അങ്ങോട്ട് മക്കള് പ്രൊഡക്ഷൻ. ഇനി അതിന്റെ തുടക്കമാണ്. ഇതാണ് അള്ളാഹു അടുത്ത് പറയുന്നത് പരിശുദ്ധ ഖുർആൻ. ഫലമ്മാ തവസ്സാഹാ ഹമലത് ഹംലൻ ഖഫീഫാ. അവൻ അവളെ പൊതിയുമ്പോൾ, അള്ളാഹുവിന്റെ വാക്ക് പടച്ചാൻ പൊതിയ, കെട്ടിപ്പിടിക്കുക, ശാരീരികമായി ബന്ധപ്പെടുക. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഹമലത് ഹംലൻ ഖഫീഫാ, അവൾ ലഘുവായ ഗർഭം ധരിക്കുന്നു. അറിയില്ല, കുറച്ചൊക്കെ കഴിയണം അറിയണമെങ്കിൽ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവൾക്ക് ഇഷ്ടം തോന്നും. അച്ചാർ ഇഷ്ടം തോന്നും, മാങ്ങ ഇഷ്ടം തോന്നും, പുളിച്ചിക്ക ഇഷ്ടം തോന്നും. അപ്പം മനസ്സിലായിക്കോളെ എന്തോ പ്രശ്നമുണ്ടെന്ന്. നേരെ ഒരു ഗൈനക്കോളജിയെ കൊണ്ടുപോയി അങ്ങോട്ട് കാണിക്കുക. അപ്പൊ അവർ ഇന്ന സാധനമൊക്കെ വാങ്ങിക്കാൻ പറയും. അതൊക്കെ വാങ്ങിച്ച് ഒരു തുള്ളി മൂത്രം ബിസ്മിയും പറഞ്ഞാൽ കുഴിക്കാത്തോടെടുത്ത് വെക്കുമ്പോൾ പോസിറ്റീവായിട്ട് കാണിക്കും. അപ്പോഴെന്തായി പറയും, ഓ നമ്മളെ ഉമ്മയായി, നീ വാപ്പയായി. ഓ ഉമ്മയും വാപ്പയായല്ലോ. പിന്നീട് എന്നവർക്ക് ഒരു ഉറപ്പ് വരിക, ഞാൻ ഗർഭിണിയായെന്ന്. അത് അള്ളാഹു അടുത്ത് പറയാണ്. ഫലമ്മാ അസ്ഖലത്, ഗർഭിണിയായി എന്ന് ഉറപ്പായാൽ പിന്നീടാണ് ഇവരുടെ തീരുമാനവും പ്രാർത്ഥനയും എന്താണ്? രണ്ടുപേരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമത്രേ, ലൈൻ ആതൈതനാ സ്വാലിഹാ, നീ ഞങ്ങൾക്ക് സ്വാലിഹായ സന്താനത്തെ നൽകിയാൽ ലനകൂനന്ന മിനശ്ശാകിരീൻ, പടച്ചവനെ നിന്നോട് ഞങ്ങൾ നന്ദിയുള്ളവരും കടപ്പാടുള്ളവരുമായിരിക്കും അല്ലാഹ്. അതുകൊണ്ട് റഹ്മാനേ, നീ ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായ സന്താനത്തെ നൽകണേ അല്ലാഹ്. അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. സ്വാലിഹീങ്ങളായ സന്താനത്തെ നൽകണേ. അല്ലാതെ അങ്ങോട്ട് പടച്ചവനെ നല്ല സ്വരമുള്ള കുട്ടിയെത്താ പട്ടുറുമാലിലേക്ക് ഞാൻ അങ്ങോട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ നേർന്നേക്കാം അല്ലാഹ്. പോയി അലസി പോകുന്നത്. കാരണം നിന്നെങ്കിലും നന്നാക്കാൻ വേണ്ടി കുഞ്ഞിനെ വഴികെടുത്താൻ അല്ലാഹ് ആഗ്രഹിക്കത്തില്ല. എത്ര ചങ്കൂറ്റത്തോടുകൂടിയാണ് തലയിൽ തട്ടവിട്ടന്റെ സഹോദരിമാരെ ആടിപ്പാടുന്നത് മുസ്ലിം പെണ്ണ്. ഹയാ പോയില്ലേ മോളെ, ഈമാന് നഷ്ടപ്പെട്ടില്ലേ മോളെ, അള്ളാന്റെ മുന്നിൽ കുനിക്കേണ്ട തല അവിടുത്തെ ജഡ്ജസിന്റെ മുന്നിൽ കുനിക്കുന്ന പെണ്ണേ, നീ കുഫറല്ലേ വിലക്ക് വാങ്ങുന്നത് പെണ്ണേ. ഇവളെയൊക്കെ പള്ളിയിൽ കൊണ്ട് അടക്കല് തന്നെ തെറ്റ്. അള്ളാന്റെ മുന്നിൽ കുനിക്കേണ്ടതിന് പകരം ഓ എടി പെണ്ണ് അടിപൊളിയായിരുന്നു, താങ്ക്സ് സാർ, താങ്ക്സ് സാർ,
മശായിഖന്മാരുടെ മുന്നിൽ പോലും മുതുകു കുനിക്കല് മക്രൂഹാണെന്ന് ഇമാം നവവി തങ്ങൾ പറയുന്നുവെങ്കിൽ ബഹുമാനമുള്ളവരെ മൂത്രം ഒഴിച്ചാ കഴുകാത്തവന്റെ മുന്നിലല്ലേ തലയിൽ തട്ടവിട്ട പെണ്ണ് പോയി കുനിഞ്ഞു കൊടുക്കുന്നത്? പോയ ഇസ്ലാമിന് പുറത്ത്. വാപ്പമാർക്ക് സന്തോഷം, ഉമ്മമാർക്ക് സന്തോഷം. കുനിയട്ടെ, അവള് കുനിയട്ടെ. 25 ലക്ഷത്തിന്റെ ഒരു വീട് കിട്ടൂലേ? 25 ലക്ഷം ഇവിടെ കിട്ടും. കബറിനകത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ നല്ല പുഴുക്കളും പാമ്പുകളും കൂടെ ഉള്ള വീടായിരിക്കും അള്ളാഹ് കൊണ്ടുതരിക. ഇങ്ങനെ വരും. അപ്പൊ ഈ ഒപ്പിട്ടവനും കാണൂല, ഈ വീടിന്റെ താക്കോൽ കൊടുത്തവനും കാണൂല, ഈ ഇങ്ങോട്ട് പാട്ടുപാടാൻ പ്രേരിപ്പിച്ചവളും കാണൂല, വാപ്പായും കാണില്ല, ഉമ്മായും കാണില്ല. അപ്പുറത്തൊന്നും കൊത്ത്, ഇപ്പുറത്തൊന്നും കൊത്ത്, ചുറ്റല്, കണ്ണി കൊത്തല്, ശരീരത്തിൽ കൊത്തല്, പാമ്പ് വരല്, തേള് വരല്, പഴുതാര വരല്, നിലവിളിയോടെ നിലവിളി. യാ വൈലത്താ, യാ ഹസ്രത്താ, ഒന്ന് എന്നെ അങ്ങോട്ട് തിരിച്ചുവിടണേ, ഞാൻ എന്തുവേണേലും ചെയ്തോളാം, അറിവില്ലാതെ ചെയ്തു പോയേ, ഇങ്ങനെ കൊണ്ടെന്ന് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത്, അല്ലോ ഒന്ന് മടക്കി വിടണേ, മടക്കി വിടണേ. ഒരു മനുഷ്യൻ പോലും കേൾക്കൂല. അതുകൊണ്ട് അള്ളാഹു ഇവരൊക്കെ ശിക്ഷിക്കാൻ പെടുന്ന മലക്കുകൾക്ക് കണ്ണിന് കാഴ്ച എടുത്തു കളയും, ചെവിയുടെ കേൾവി ശക്തി എടുത്തു കളയും. എന്താണെന്നറിയോ? കണ്ണിന് കാഴ്ച ഉണ്ടെങ്കിൽ ഇവളുടെ നിലവിളി കേട്ടിട്ട് മലക്കുകൾക്ക് ഒരു ദയ തോന്നും. മലക്കുകൾക്ക് ദയ തോന്നിയിട്ട് ആ മലക്കുകൾ ആ ശിക്ഷയിൽ നിന്ന് പിറകോട്ട് മാറും. അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച അള്ളാഹ് എടുത്തു കളഞ്ഞു. ചെവിയുടെ കേൾവിയോ ഇവളുടെ നിലവിളി കേൾക്കുമ്പോ ഇത് ഭയങ്കര അടിയായിരിക്കും, ഞാൻ അടിക്കുന്നത് ഭയങ്കര ശിക്ഷയായിരിക്കുമല്ലോ, പാവം. യാ വൈലത്താ, യാ ഹസ്രത്താ. പാട്ടിന്റെ ഈണവും ട്യൂണും അനുസരിച്ച്, അവിടുത്തെ ചാട്ടവും നൃത്തവും അനുസരിച്ച് നിന്റെ നിലവിളി ഭയങ്കരമായിരിക്കും. ആ ശ്മശാനത്തിൽ മഖ്ബറയുടെ പരിസരത്തെങ്ങാനും ഏതെങ്കിലും ഒരു മൃഗത്തെ കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ആ മൃഗം പോലും നിന്റെ നിലവിളി കേട്ടിട്ട് ഓടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചുവെങ്കിൽ മറ്റാർക്കും അത് കേൾക്കാൻ അള്ളാഹു അവസരം നൽകിയിട്ടില്ല. അങ്ങനെ ഒരു അവസരം നൽകിയാൽ ഒരു പട്ടുറുമാലും ഉണ്ടാവൂല, ഒരു റിയാലിറ്റി ഷോ ഉണ്ടാവൂല, ഒരു താത്താമാരും ആടാനും പാടാനും അഫ്തയും പർദയും ധരിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുടെ മുന്നിൽ പോയിരിക്കൂല. അത് പറഞ്ഞു തരുമ്പോ കേട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. അതാണ് ഈമാൻ എന്ന് പറയുന്നത്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്തൊരു ചാട്ടം, എന്തൊരു കുനിയക്കം. മുസ്ലിം പെണ്ണ് തന്റേടി. അയ്യേ, നാണമില്ല. ഇവിടെയൊക്കെ ഇപ്പൊ ആരാ കെട്ടുക? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അതുകൊണ്ട് സ്വാലിഹായ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യ് മക്കളെ. സ്വാലിഹായ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യ്. വയറ്റിൽ കൈവച്ചിട്ട് നീ ദുആ ചെയ്യ്, അള്ളാഹുവേ നീ സ്വാലിഹായ സന്താനത്തെ താ അല്ലാഹ്. ചിലര് പെമ്മക്കൾക്ക് വേണ്ടി പെമ്മക്കളെ പെമ്മക്കള് അതിങ്ങോട്ട് വരുമ്പോഴേ ഇങ്ങനെ നോക്കും. ലേബർ റൂമിനകത്തോട്ട് കയറ്റിയ പെണ്ണും പിള്ള ഇങ്ങനെ പ്രസവിച്ചു വരുന്നത് ഇവൻ കണ്ണാടിക്കകത്തൂടെ ഇങ്ങനെ നോക്കും, ആണോ പെണ്ണാണോ ഇങ്ങനെ വരുന്നതെന്ന്. പെണ്ണാന്ന് കണ്ട ഇവന്റെ മുഖം അപ്പോഴേ അങ്ങോട്ട് കറുക്കും. ഈ മുഖം കറുക്കുന്നത് ആരാ? മക്ക കുഫാറുകളുടെ മുഖമല്ലേ കറുക്കുക? നിന്റെയും നിന്റെ ഭാര്യയുടെയും ശാരീരിക ബന്ധത്തിലൂടെ അള്ളാഹു നിനക്ക് നൽകിയത് ഒരു പെണ്ണായി പോയെങ്കിൽ ആ പെണ്ണിനോട് നീ വെറുപ്പ് കാട്ടല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ് കേട്ടോ. 1-2 ഹദീസ് മാത്രം പറഞ്ഞു കൊള്ളാൻ സമയമില്ല. ലാ തക്റഹുൽ ബനാത് ഫഇന്നഹുന്ന മൂനിസാത്തുൽ ഗാലിബാത്. നിങ്ങളാരും നിങ്ങളുടെ പെൺമക്കളോട് വെറുപ്പ് കാട്ടല്ലേ. കുഞ്ഞുമക്കളായ പെൺകുട്ടികൾ നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹ ആദരവോടെ ഇഴുകിച്ചേരുന്നവരാണ്. അതുകൊണ്ട് സഹസുഹൃത്തുക്കളെ, മനുഷ്യരെ, പിതാക്കന്മാരെ, മാതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളോട് വെറുപ്പ് കാട്ടല്ലേ, വെറുപ്പ് കാട്ടല്ലേ എന്ന് പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിനോട് വെറുപ്പ് കാണിക്കുന്നവൻ പ്രവാചകനോട് വെറുപ്പ് കാണിച്ചവനാണ്. പ്രവാചകൻ പറഞ്ഞു, മൻകാനത്ത് ലഹു ഉൻഫ, ആർക്കെങ്കിലും പെൺമക്കൾ ഉണ്ടായിട്ട് ഫലം യഅ്ബിഹാ, ആ പെണ്ണിനെ അവൻ കുഴിച്ചു മൂടിയില്ല. ഫലം യുഹിൻഹാ, ആ പെണ്ണിനെ അവൻ നിന്ദിച്ചില്ല. ഫലം യൂസിറു വലദഹു അലൈഹാ, ആ വീട്ടിലുള്ള ആൺകുട്ടിക്ക് പെണ്ണിനേക്കാൾ സ്ഥാനവും നൽകാതെയും ഇരുന്നാൽ അദ്ഖലഹുല്ലാഹു അൽ ജന്ന, അല്ലാഹു അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? 3 പെണ്ണും ഒരാണും. സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടം ആരോടായിരിക്കും? ആൺകുട്ടിയോടായിരിക്കും. 3 പെണ്ണും ഒരാണ്. കാരണം എന്താ? 3 പെണ്ണ് ചെലവ്, ഒരാണ് വരവ്. അപ്പൊ പ്രസവിച്ച ഉടനെ ചോദിക്കും നാട്ടുകാരെ, നമുക്കുള്ളതാണോ വല്ലവർക്കും ഉള്ളതാണോ?
എന്നറിഞ്ഞ എന്റെ അർത്ഥം എന്താ? പെണ്ണാണെങ്കിൽ വല്ലവർക്കും ഉള്ളതാണ്, ആണാണെങ്കിൽ നമുക്കുള്ളതാണെന്ന് അർത്ഥം. അതുകൊണ്ട് പ്രസവിച്ചോണ്ട് നമുക്കുള്ളതാണോ വല്ലവർക്കും ഉള്ളതാണോ? അവൻ പറയാ അളിയാ വല്ലവർക്കും ഉള്ളതാണോ. പെണ്ണാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വെറുപ്പാ. ആ പറച്ചിൽ തന്നെ എന്ത് വിഡിത്ത, വല്ലവർക്കും ഉള്ളതാ പെണ്ണെന്ന് പറഞ്ഞാൽ ഇവന്റെ അല്ല വേറെ ഒരുത്തന്റെ ആണെന്ന്. പറയും നാട്ടു നടപ്പാണ്, നാട്ടു നടപ്പാണിത്. പെണ്ണിനോട് എന്താ ഇത്ര വെറുപ്പ്? ആരെങ്കിലും ആർക്കെങ്കിലും 3 പെൺകുട്ടികൾ ഉണ്ടായിട്ട് നല്ല നിലയിൽ അവൾക്ക് ശിക്ഷണം നൽകി വളർത്തി, അവളോട് നല്ല സമീപനമായിരുന്നു അവൻ കാട്ടിയതെങ്കിൽ അവനെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് സയ്യിദുനാ വസനദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പെൺകുട്ടികൾ, 2 പെൺകുട്ടികളെ കുറിച്ചും പറഞ്ഞു, 1 പെണ്ണിനെ കുറിച്ചും പറഞ്ഞു. സഹാബാക്കൾക്ക് 2 പെണ്ണ് 3 പെൺമക്കളവരൊക്കെ സഹാബാക്കളൊക്കെ വേവലാതിപ്പെട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് 2 പെൺകുട്ടിയുള്ളവരോ? ഓ ഞാൻ 2ഉം. 1ഉള്ളവരോ? ഓ 1ഉം 3ഉം. സഹാബാക്കൾക്ക് അതാണ് ഇഷ്ടം. സഹാബാക്കളുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണം. പെൺകുട്ടികളെ നല്ല നിലയിൽ വളർത്തി കൊണ്ടുവന്ന് പഠിപ്പിച്ച് അൽഹംദുലില്ലാഹ് ദീനി ദുനിയവി വിദ്യ നൽകി അവർക്ക് നല്ല ഒരു ചെറുക്കന്റെ കൈക്ക് പിടിച്ച് സാലിഹായ നിലയിൽ അവരെ കല്യാണം കഴിച്ചു കൊടുത്തു. നല്ല റാഹത്തായ ജീവിതമാണ് അവർ നയിക്കുന്നത് എങ്കിൽ അൽഹംദുലില്ലാഹ് വാപ്പാ നിങ്ങളുടെ ഉത്തരവാദിത്വം പൂർത്തിയായി. വാപ്പാടെ ഒരു ഉത്തരവാദിത്വം കൂടെ ഞാൻ പറയട്ടെ, സമയമില്ല, തീർന്നു പോയി സമയം. വാപ്പാടെ ഉത്തരവാദിത്വം കൂടെ ഞാൻ പറയുമ്പോ എങ്ങനെ പറയാതിരിക്കുക? ഇതൊക്കെ ഇനി ഇങ്ങോട്ട് പോകാൻ കിടക്കുകയാണല്ലോ. ഒരു മാതാവിനും പിതാവിനും മക്കളോടുള്ള ഉത്തരവാദിത്വം എതുവരെ എന്നാൽ പ്രസവിച്ചത് മുതൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 7ാമത്തെ ദിവസം നീ അഖീഖ അറുത്തു കൊടുക്കണം. ആൺകുട്ടിയാണെങ്കിൽ 2 ആട്, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്. കണ്ട, അവിടെയും പെണ്ണിനോട് കൺസെഷൻ. പെണ്ണാണെങ്കിൽ 1 ആടിന് അർത്ഥം മതി. 14,500 രൂപ ഒരു 5-6 കിലോ ആട് ഇറച്ചിയുള്ള ആടിന് 16,500 5,000 രൂപയോളം കൊടുക്കണം. പെണ്ണാണെങ്കിൽ 1 അർത്ഥം, ആണാണെങ്കിലോ 10-13,000 രൂപ 2 വാങ്ങിച്ചറ. അവിടെ അല്ല കൺസെഷൻ നൽകി പെണ്ണിന്. 6 വയസ്സെത്തി കഴിഞ്ഞാൽ നീ അദബ് പഠിപ്പിക്കണം. പെൺകുട്ടി, കുട്ടിക്ക്, പെണ്ണാകട്ടെ ആണാകട്ടെ, 6 വയസ്സെത്തി കഴിഞ്ഞാൽ അദബ് പഠിപ്പിക്കണം. നല്ല ശിക്ഷണ മര്യാദയോടുകൂടി വളർത്തണം. മുതിർന്നവരെ കണ്ടാൽ എഴുന്നേൽക്കണം, ബഹുമാനിക്കണം, കുട്ടികളോട് ആദരവ് കാണിക്കണം. ആരും കൊണ്ടുതരുന്ന പൈസ അങ്ങോട്ട് വാങ്ങാൻ നിൽക്കരുത്. ആരുടെയും പിച്ചച്ചട്ടി പോയി കൈയിടാൻ നിൽക്കരുത്. എല്ലായിടത്തും ഒരു ബഹുമാനം. അത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ശീലിപ്പിക്കണം. ആൺകുട്ടിയൊക്കെ ആണെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോകണം വാപ്പ. പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ വാപ്പ ചുമ്മാ സൈഡിൽ നിർത്തിയാൽ മതി. വാപ്പ നമസ്കരിക്കുന്നത് കണ്ടിട്ട് ഈ കുട്ടി ഇങ്ങനെ നമസ്കരിച്ചോളും. വാപ്പ നമസ്കരിക്കുന്നുണ്ട്. അതല്ലാതെ വാപ്പ കുട്ടിയുടെ 7 വയസ്സാ കുട്ടിയുടെ മുന്നിൽ കൊണ്ടുവന്ന പെഗ് കൊണ്ടുവന്ന് പൊട്ടിക്കണം. മക്കളെ ഇതൊന്ന് പൊട്ടിച്ചതാ, കൊച്ചു കുട്ടിയുടെ 7 വയസ്സ് അപ്പളെ പൊട്ടിച്ച് ശീലിക്കുക. അപ്പൊ ഇത് 7 അങ്ങോട്ട് വളർന്നു വരുമ്പോഴത്തേക്ക് എനിക്കൂടെ ഇച്ചിരിത്താ വാപ്പിച്ചാന്ന് പറയും. അപ്പൊ കുട്ടി ഇടങ്ങേറുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത്തിരി ആ കുട്ടിയുടെ തൊള്ളലോട്ട് ഒഴിച്ചു കൊടുക്കും. സ്വസ്ഥമായിട്ട് മാറി കിടന്നോളൂല്ലോ മയങ്ങി. അപ്പൊ ഇവൻ ഇവിടുത്തെ പല പെണ്ണുമ്പിള്ള 5-6 ഇടിയൊക്കെ ഇടിച്ച് ചട്ടിയും പാനയൊക്കെ അടിച്ച് പൊട്ടിക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ കുട്ടികളെ നിലവിളിക്കൂല. അവിടെ ആദ്യം കുറച്ച് ബർക്കത്തായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ശീലിപ്പിച്ച് ആ ശീലേ വരുള്ളൂ. പള്ളിയിൽ കൊണ്ടുപോയി ആ ശീലേ വരുള്ളൂ. അതുകൊണ്ട് 7ാമത്തെ ദിവസം തല മൊട്ടയടിച്ചുകൊണ്ട് അതിനുള്ള സദഖ നൽകി. 6ാമത്തെ വയസ്സായി കഴിഞ്ഞാൽ അദബ് പഠിപ്പിക്കണം. 9ാമത്തെ വയസ്സായി കഴിഞ്ഞാൽ വിരിപ്പിൽ നിന്ന് മാറ്റിക്കിടത്തണം. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 10 വയസ്സായി കഴിഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി അടിക്കണം. 16 വയസ്സായി കഴിഞ്ഞാൽ അവന്റെ വാപ്പ അവനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. ഇന്നലെ പറഞ്ഞല്ലോ വയസ്സ്. 16ാമത്തെ വയസ്സായി കഴിഞ്ഞാൽ സൗവജഹു അബൂഹു അവന്റെ വാപ്പ അവനെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂലോട് പറഞ്ഞത്. അല്ല ഇവൻ പോയിട്ട് അങ്ങോട്ട് ഒരു പെണ്ണിനെ തെരഞ്ഞു പിടിച്ച് വിവാഹം കഴിക്കണമെന്നല്ല. പോട്ടെ, ഇന്ന് നമ്മുടെ രീതി അനുസരിച്ച്, ഇവിടുത്തെ നിയമം അനുസരിച്ച് 16 പറ്റൂല. 18 വയസ്സ് പെണ്ണിന്, 21 വയസ്സ് ആണിന്. എങ്കിൽ ആ വയസ്സാകുമ്പോ നിങ്ങൾ കല്യാണം കഴിച്ചുകൊട്. ആ സമയമാകുമ്പോ നിങ്ങൾ വിവാഹം കഴിച്ചുകൊട്. വിവാഹം കഴിച്ചു കൊടുത്തതിന്റെ പേരിൽ പെണ്ണിന്റെ പഠിത്തത്തിനൊരു തടസ്സം ഇസ്ലാം നൽകുന്നില്ല. ഭർത്താവ് പഠിപ്പിക്കട്ടെ, ഭർത്താവ് വാഹനത്തിൽ കൊണ്ടുപോയി വിടട്ടെ കോളേജിൽ. 2 വർഷം കൂടെ കഴിഞ്ഞ് കല്യാണം മതി എന്നൊക്കെ പെണ്ണുങ്ങൾ ശാഠ്യം പിടിക്കാൻ പോണതിന്
അതുകൊണ്ട് 16 വയസ്സെന്ന് പ്രവാചകൻ പറഞ്ഞെങ്കിൽ ഇപ്പൊ ഒരു പക്വതെത്തിയ വയസ്സാകുമ്പോൾ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. വിവാഹം കഴിച്ച ആ സദസ്സിൽ വെച്ച് ചെറുക്കന്റെ കൈക്ക് പിടിച്ചിട്ട് വാപ്പ പറയണം, മോനെ, ഏ പൊന്നുമോനെ, അദ്ദബ്തുകാ, നിനക്ക് ഞാൻ അദബ് പഠിപ്പിച്ചടാ കുട്ടാ, വഅല്ലംതുകാ, നിനക്ക് ഞാൻ ഇൽമു പഠിപ്പിച്ചു തന്നു മോനെ, വഅൻകഹ്തുകാ, നീ വഴിപിഴച്ചു പോകുന്നതിന് മുമ്പ് നിന്റെ ബാപ്പ നിനക്ക് യോജിച്ച ഒരു വിവാഹം കണ്ടെത്തി നിനക്ക് വിവാഹവും കഴിച്ചു തന്നടാ മോനെ, എന്റെ ഉത്തരവാദിത്വം ഇതാ പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ചെറുക്കന്റെ കൈക്ക് പിടിച്ചിട്ട് അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ ബാപ്പ പറയണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നതി ഫിദ് ദുനിയാ വഅദാബിഹി ഫിൽ ആഖിറ. അല്ലാഹുവേ, ഒരു ബാപ്പ എന്ന നിലയിൽ ഒരു മകനോടുള്ള ഉത്തരവാദിത്തത്തെ ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു. അല്ലാ, അവന്റെ ബാല്യം മുതൽ, ശൈശവം മുതൽ, ബാല്യം മുതൽ, കൗമാരം മുതൽ ഒരു വിവാഹപ്രായമെത്തിയ സമയമെത്തിയപ്പോൾ അവന് യോജിച്ച നിലയിൽ ഒരു വരനെ കണ്ടെത്തി ഞാൻ അവന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. തമ്പുരാനെ, ഇനി എങ്ങാനും എന്റെ ഈ പയ്യൻ വഴികേടിലേക്ക് പോയാൽ, എന്റെ പയ്യൻ വഴികെട്ടതിന്റെ പേരിൽ അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും നീ എന്നെ പിടിച്ചു നിർത്തല്ല നാഥാ. അവന്റെ എല്ലാവിധ മോശത്തരത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു നാഥാ. ഓരോ വാപ്പാടെ ഉത്തരവാദിത്വ. ആര് പറയും കല്യാണ ദിവസം വാപ്പ മോന്റെ കൈക്ക് പിടിച്ചിട്ട് പറയോ? പറയണമെന്നാണ് നബി പഠിപ്പിച്ചത്. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ, അല്ലെങ്കിൽ കല്യാണത്തിന് തലേ, മോനെ, ഞാൻ നിന്നെ ഞാൻ വളർത്തി കഷ്ടപ്പെട്ട് വലുതാക്കി കൊണ്ടുവന്നു, പഠിപ്പിച്ചു, നിനക്ക് യോജിച്ച നിലയിൽ ഒരു പെണ്ണിനെ ഞാൻ കണ്ടെത്തി തന്നിരിക്കുകയാണ്. ഇനി നീ വഴിപഴിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല, എൻ്റെ ഉത്തരവാദിത്വം തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നല്ല നിലയിൽ സമ്പൂർണ്ണമായ ഒരു ജീവിതം, വൈവാഹിക ജീവിതം നടത്താൻ നീ പരിശ്രമിക്കണം എന്ന് നല്ല ഉപദേശം വാപ്പ അവന് നൽകണം. അല്ലെങ്കിൽ ആഖിറത്തിൽ ഇടി കിട്ടും വാപ്പാക്ക്. ഹാജിയാർ ഉഷാറായിട്ട് പള്ളിയിൽ ഒരു അവിടെ കിടന്ന് കൂർക്കം വലിച്ചുകൊണ്ട് ഉറങ്ങും. ഇടി ഉറപ്പാർക്ക്? വാപ്പായിക്കാണ് ഇടി. കാരണം എന്താ? നീ എന്താ വിളിക്കാഞ്ഞത്? കല്യാണം കഴിച്ച് അവർ രണ്ടുപേരും കിടന്നുറങ്ങട്ടെ. അവർ ഇന്നലൊക്കെ ചെറുക്കൻ അവിടെയൊക്കെ ഓടി ഇവിടെയൊക്കെ ഓടി ക്ഷീണിച്ച് അവൻ ഉറങ്ങിയപ്പോൾ ഒരു 3 മണിയായി. സുബൈക്ക് വിളിക്കാൻ നിൽക്കല്ലേ, കിടക്കട്ടെ. എന്നിട്ട് വാപ്പ ടോർച്ച് എടുത്തുകൊണ്ട് നേരെ പള്ളിക്ക്, ഉമ്മ നിസ്കാര മുറിയിലേക്ക്. അവർ രണ്ടുപേരും സാലിഹായ സന്താനം ഉണ്ടാവുമോ? സുബൈക്കാരൊക്കെ കിടന്നുറങ്ങിയാൽ ഉണ്ടാവോ? ആ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവോ? ഖൈറുണ്ടാവും ജീവിതത്തിൽ. ഖൈറുണ്ടാവണമെങ്കിൽ അവൻ രാവിലെ കുളിച്ച് സുബഹിക്ക് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് യാസീൻ വന്നിട്ട് ദുആ ചെയ്യണം. അല്ലാ, ഞങ്ങൾ ഇന്നലത്തെ ബന്ധത്തെ നീ കബൂലാക്കി, നീ എനിക്ക് അതിലൂടെ നല്ല സന്താനത്തെ തരണേന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ല 8 മണി വരെ പോത്ത് കിടന്നുറങ്ങണത് പോലെ കിടന്നുറങ്ങുക, നാണമില്ലാതെ. പെണ്ണ് രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ചിട്ട് ചെറുക്കന് ഭർത്താവിന് ഒരു നല്ല കട്ടൻ ചായ ഇട്ടുകൊണ്ട് കൊടുക്കണം രാവിലെ. അതല്ലേ വേണ്ടത്? സുബഹിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് റാഹത്തായ വിഭവമൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കണം. അതാണ് വേണ്ടത്. അല്ല കിടന്ന് ഉറങ്ങല്ലേ. 8 മണിയാലും വിളിക്കല്ലോ. അവൻ്റെ ഓട്ടവും ചാട്ടവും എത്ര ബുദ്ധിമുട്ട്. എന്തെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങട്ടെ. വാപ്പ പറയാ, ഇങ്ങനത്തെ വാപ്പായ്ക്ക് ഇടി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അള്ളാഹ്ക്ക് സൂപ്പർ ഇടിയാ. അതുകൊണ്ട് നല്ലപോലെ ഇറച്ചിയൊക്കെ തിന്ന് കൊഴുപ്പോട് കൂടി പോകും മരിച്ച്. കാരണം ഇടി കൊള്ളണ്ടായി അവിടെ പോയിട്ട്. അതൊക്കെയാണ് ഈ കൊഴുപ്പ് വന്ന് പെട്ടെന്ന് മരിക്കുന്നത് അല്ലേ? കൊഴുപ്പ് കൂടിയിട്ട് ഇടിക്കാനുള്ള ശക്തിയായി, പുഷ്ടി ഉണ്ട്, മതി, തട്ടിയര വാങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യബോധം നൽകി അനുഗ്രഹിക്കട്ടെ, മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ ഇങ്ങനെയാണ് ഉത്തരവാദിത്വം. അപ്പൊ ബഹുമാനമുള്ളവരെ, വൈവാഹിക ജീവിതം കൊണ്ട് രണ്ടാമതായി ഉദ്ദേശിക്കുന്നത് കുടുംബ കൊട്ടാരത്തിന്റെ ശിലാസ്ഥാപനം വഹിക്കലാണ്. ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ വജന്നിബി ശൈത്താൻ ഫീമാ റസഖതന. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറഞ്ഞുകൊണ്ടാണ് ശാരീരിക ബന്ധം പുലർത്താൻ. അങ്ങനെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നോ അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ എന്ന് തുടങ്ങുന്ന ആ ദുആ ഓതാതെ ശാരീരിക ബന്ധം പുലർത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ പുരുഷന്റെ ലിംഗാഗ്രത്തിൽ ശൈത്താൻ, പിശാച് ഒളിച്ചിരിക്കും. ഇവർ പിശാചിൽ നിന്ന് അഭയം പ്രാപിക്കാതെ പെണ്ണുമായി ശാരീരിക ബന്ധം പുലർത്തുമ്പോൾ ഈ ലിംഗാഗ്രത്തിൽ നിന്ന് ശൈത്താൻ പെണ്ണിന്റെ ഗർഭപാത്രത്തിലേക്ക് കടക്കും. അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ പിശാചിന്റെ കുട്ടികളായി മാറും. അതിനാണ് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ ഔദും ബിസ്മിയും മറക്കാതെ ചൊല്ലണം എന്ന് പറഞ്ഞത്. അപ്പൊ മനസ്സിലായോ? മുസ്ലിയാക്കന്മാരിത് ചൊല്ലിത്തരുമ്പോ അയ്യേ അങ്ങനെ സെക്സ് പറഞ്ഞെന്ന് പറയരുത് അല്ലെ, കുട്ടി സെക്സ് ആയിപ്പോവും. അതിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളിങ്ങനെ പറഞ്ഞു തരുന്നത്. അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സംശുദ്ധമായ ലൈംഗിക ജീവിതമാണ് മൂന്നാമതായി നിക്കാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സംശുദ്ധമായ ലൈംഗിക ജീവിതം, ഹലാലായ ബന്ധപ്പെടൽ. അതുകൊണ്ട് പുരുഷന്മാരോട് അല്ലാഹു തആല പറയുന്നു, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കല്യാണ വിവാഹത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? മുഹ്സിനീന ഗൈറ മുസാഫിഈൻ വലാ മുത്തഖിദീ അഖ്ദാൻ. രഹസ്യ കാമുകിമാരെ സ്വീകരിക്കാത്തവനായിക്കൊണ്ട്, വ്യഭിചാരം ചെയ്തവനായിക്കൊണ്ട്, രഹസ്യ കാമുകിമാരെ വെച്ച് പുലർത്താത്ത നിലയിൽ, വ്യഭിചരിക്കാത്ത നിലയിൽ വേണം നീ ശുദ്ധ മനസ്സോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. സിമ്മൊക്കെ ഒടിച്ചു കളഞ്ഞേക്കണം. ഒരു 7, 8, 10, 12 എണ്ണത്തിന്റെ നമ്പരും വെച്ചുകൊണ്ട് ഇങ്ങനെ അടക്കാം. പെണ്ണെട്ടാൻ പാൻ ഒടിച്ചു കളഞ്ഞാലേ പോലെ ഖുർആനായത്ത്. പെണ്ണെ, നിന്നോടും ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത്? മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്ത് വലാ മുത്തഖിദാതി അഖ്ദാൻ. രഹസ്യ കാമുകന്മാരെ വെച്ച് പുലർത്താത്ത നിലയിൽ, വേശ്യാവൃത്തിയിൽ ഏർപ്പെടാത്ത നിലയിൽ പതിവ്രതകളായി വേണം പെണ്ണെ നീ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. അതാണ് കല്യാണം എന്ന് പറയുന്നത്. ഹറാമിന്റെ പണികൾ ചെയ്തിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ നിൽക്കണ്ട, പിന്നെ വ്യഭിചാരത്തിന്റെ കുറ്റമായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമയമില്ല, പോട്ടെ. അടുത്തത് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബ വസ്ത്രം വിലക്ക് വാങ്ങലാണ്. കുടുംബ വസ്ത്രം, കല്യാണത്തിന് വസ്ത്രം. കല്യാണത്തിന്റെ വസ്ത്രം വാങ്ങാൻ ഇവിടെ നിന്ന് വണ്ടിയും വിളിച്ച് എത്ര ദൂരമാ പോണത്, എന്ത് ദൂരം. ഇവിടെ ഒന്നും കടയിലൊന്നും പോരാ, മദ്രാസിൽ പോയാലേ വാങ്ങിക്കാൻ അവർക്ക് ഇഷ്ടമുള്ളൂ. അല്ലെ എറണാകുളത്ത് പോണം, ഇത്തിരി ദൂരെ യാത്ര ചെയ്താലേ എന്തോ ആ സാരിക്ക് ഇത്തിരി പൂപ്പ് കൂടുതൽ കിട്ടുള്ളൂ പോലെ. കഴുകാൻ പറ്റുമോ? 10,000 റുപ്യ കൊടുത്ത് ഈ പട്ടുസാരിയൊക്കെ വാങ്ങിക്കൊണ്ട് 990 കല്യാണത്തിൽ പങ്കെടുത്താലും എത്ര കുട്ടികളെ കല്യാണത്തിന് മുമ്പ് എടുക്കും, അതൊക്കെ മൂത്രിച്ച് വെക്കും, എന്നിട്ട് കൊണ്ടുവന്ന് കഴുകാൻ പറ്റൂല. പട്ടുസാരിയാണ് 8,000 രൂപ കൊണ്ട് വെയിലത്തിടും. ഇങ്ങനെ എല്ലാ കുട്ടികളുടെ മൂത്രവും ഉണക്കി താത്ത 90 വയസ്സ് വരെ അത് എടുത്തുകൊണ്ട് നടക്കും. ആഖിറത്തിൽ പോയി ഈ സ്കാൻ ചെയ്താൽ, ഈ സാരിയുടെ സ്കാൻ ചെയ്ത എത്ര പെണ്ണുങ്ങളുടെ കുട്ടികളുടെ മൂത്രങ്ങൾ കാണും ഇതിനകത്ത്. കഴുകാൻ പറ്റുമോ? പട്ടുസാരി 8,000 9,000 റുപ്യ കൊടുത്തെടുക്കുക. നല്ല വസ്ത്രം അല്ലാഹു തആല പഠിപ്പിക്കുന്നു വിവാഹ ജീവിതത്തിലൂടെ. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. സ്ത്രീകളെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വസ്ത്രമാണ്, ഭർത്താക്കന്മാരെ നിങ്ങൾ സ്ത്രീകൾക്ക് വസ്ത്രമാണ്. ഇത് എത്ര പൈസ കൊടുത്താലും കിട്ടുമോ? അതുകൊണ്ടാണ് 5 ലക്ഷം 50 പവനും ഈ വസ്ത്രത്തിന്റെ വില. ഇങ്ങോട്ട് തരിക, അങ്ങോട്ട് കൊടുക്കല്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ വസ്ത്രത്തിന്റെ വില നമുക്കറിയാത്തത്. ഈ വസ്ത്രത്തിന്റെ വില നമുക്കറിയാത്തത്. പെണ്ണ് കണ്ട് എല്ലാം ആലോചിച്ച് ചെറുക്കനെ കൊണ്ടുവന്നൊരു കണ്ണാടി കൂട്ടി പെണ്ണിന്റെ വാപ്പ കയറ്റി ഇങ്ങനെ നിർത്തും. ദൂരെ ഇന്നോണ്ടൊരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കും. കിഡ്നിക്ക് എത്ര ഇടാം? ഒരു 3 ലക്ഷം. റൈറ്റ് കിഡ്നിക്ക് 3 ലക്ഷം, ലെഫ്റ്റ് കിഡ്നി ചെറിയ പ്രോബ്ലം ഉള്ളതാ, ഒരു 1.25 ലക്ഷം. അതിന് അടക്കട്ടെ. അപ്പൊ 4.25. ഹാർട്ട് എത്ര നാൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമോ എന്തോ. കുറച്ചാള് ഒരു 19 വയസ്സിൽ ജീവിക്കും തോന്നുന്നു. ശരി, പോയി 2 ലക്ഷം അതിന് കിടക്കട്ടെ. അല്ലെ കൂടുതലും നല്ല ഹാർട്ടിനൊക്കെ 16 ലക്ഷം രൂപ ഒക്കെ വിലയുള്ളതാണ്. ആണ് പറ്റൂല. അങ്ങനെ ഓരോ ഭാഗവും ഇങ്ങനെ വാപ്പൊക്കെ നോക്കിയിട്ട് അതിനൊരു വില അങ്ങോട്ട് നിശ്ചയിക്കും. ഒരു 7 ലക്ഷവും ഒരു 80 പവനും. സ്വർണം പെണ്ണിനുള്ളത് അവന്റെ വാപ്പ വാങ്ങിച്ചു വെച്ചത്. പക്ഷെ നിന്റെ വിലയാണ് ഈ ലക്ഷക്കണക്കിന് രൂപ. കാരണം നിന്റെ ഓരോ കിഡ്നിക്ക്, ഓരോ നാഡി ഞരമ്പിന്, ഓരോ അവയവങ്ങൾക്ക് എല്ലാം ഈ വാപ്പ നിന്നെ ഒരു നോട്ടം നോക്കും. എപ്പോഴെങ്കിലും എവിടെങ്കിലും വെച്ചൊരു നോട്ടം നോക്കും. അതിനാണ് ഈ പെണ്ണുങ്ങളെ പറഞ്ഞു വിടുന്നത്. ചില സമയത്തൊക്കെ എല്ലാം ഒന്ന് കുടുംബപരമായിട്ടൊക്കെ ഒന്ന് ചർച്ചയിൽ നോട്ടത്തിൽ മനസ്സിലാക്കി ലക്ഷങ്ങൾ അങ്ങോട്ട് മതിക്കുകയാണ്. ഇങ്ങനല്ല അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ വിലയല്ല അള്ളാഹു പറഞ്ഞത് ഇവിടെ. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. നിങ്ങൾ അവർക്ക് വസ്ത്രം, അവർ നിങ്ങൾക്ക് വസ്ത്രം. വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? വസ്ത്രം ഒരു അലങ്കാരമാണ്, ഒരു അലങ്കാരമാണ്. നല്ല വസ്ത്രം ധരിച്ചു കൊണ്ടുപോയാൽ 10 പേര് നോക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മോശം വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിൽ വന്ന മലക്കൾ പോലും നോക്കൂല. കല്യാണത്തിന് കയ്യിലെടുത്തുകൊണ്ടാരെങ്കിലും പോവോ? നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് കല്യാണത്തിന് പോകുമ്പോഴും എവിടെയെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴും എല്ലാവരും ആ വസ്ത്രത്തിൽ അവന്റെ വ്യക്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെ ഒരു ഭാര്യ, ഒരു കുടുംബിനി, അവൾ നല്ല സ്വഭാവമുള്ളവളാണ് എങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും നാട്ടുകാർക്ക്. അവളെ കെട്ടിക്കൊണ്ടാൻ വന്ന്
അവളൊന്നും പുറത്തിറങ്ങുന്നില്ല, അവളെ വായിൽ നാക്കുണ്ടോന്ന് നമ്മൾ കൈയിട്ട് നോക്കണം. അത്രയ്ക്ക് നല്ല പെണ്ണ്, സംസാരിക്കൂല, എന്തോ ഒരു സഹകരണം, എന്ത് നല്ല സ്നേഹം. അത് അവന്റെ ഒരു അലങ്കാരമാണത്, ആ വീടിന്റെ അലങ്കാരമാണത് ഭാര്യ എന്ന് പറയുന്നത്. അതിന് പറ്റുന്നത്, അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? അത് സ്വാലിഹത്തായ പെണ്ണിനെ അതേ കഴിയുള്ളൂ, സ്വാലിഹത്തായ പെണ്ണിനെ അതിന് കഴിയുള്ളൂ. രണ്ടാമത് വസ്ത്രം അല്ലാഹു ഉപയോഗിച്ചത് ഇവിടെ വസ്ത്രം ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒന്നാണ്, നമ്മുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന ഒന്നാണ് വസ്ത്രം. ഭാര്യ ഇതേപോലെ നമ്മുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്നവളാണ്, ഭർത്താവ് ഒട്ടിക്കിടക്കുന്നവളാണ് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ രഹസ്യത്തെ മണത്തറിയുന്നവളാണ് ഭാര്യ, അത് പരസ്യപ്പെടുത്താത്തവളാണ്. ഭാര്യയുടെ രഹസ്യത്തെ മണത്തറിയുന്നവളാണ് ഭർത്താവ്, അവളുടെ രഹസ്യം ചോർത്തിക്കൊടുക്കാത്തവനാണ് ഭർത്താവ്. അതാണ് നീ അവൾക്ക് വസ്ത്രം, അവൾ നിനക്ക് വസ്ത്രം എന്ന് പറഞ്ഞത്. ഇത് ഭാര്യയും ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫോൺ വിളിച്ചു, അളിയാ, ഓ അടിച്ചു പൊളിച്ചളിയാ. ഇവളെ ഇനി അങ്ങോട്ട് വിളിച്ചില്ലല്ലോ, ഇവളെ കൂട്ടുകാരിൽ ഇങ്ങോട്ട് വിളിക്കും, എടിയേ എടിയേ എങ്ങനെ ഉണ്ടായിരുന്നടിയേ, പോടി അങ്ങോട്ട്, ചുമ്മാ ആവശ്യമില്ല, എന്നാലും എന്താ പറയടിയേ, ഉടനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കലെന്നെ. നടന്ന സംഭവങ്ങളെല്ലാം കാർഗുസാരി എല്ലാം കഴിഞ്ഞ സംഭവത്തെ എല്ലാം ക്ലിയർ ആയിട്ട്. ഇവരെ കുറിച്ച് എന്താ അള്ളാന്റെ റസൂൽ പറഞ്ഞത്? ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഇല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടതിന് ശേഷം ആ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നവനെ കുറിച്ച് അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്ക് കേട്ടോളീൻ. ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ നാളിൽ ഏറ്റവും നികൃഷ്ടനായ വേഷം ധരിച്ചുകൊണ്ട്, ഏറ്റവും മോശമായ നിലയിൽ എളിഭ്യനായിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ നെറികെട്ട നിലയിൽ നിൽക്കുന്ന ഒരുവനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ വ്യക്തി ആരാണെന്നറിയുമോ? യുഫ്ളീ ഇല ഇംറഅത്തിൻ വതുഫ്ളീ ഇലൈഹി സുമ്മ യൻഷുറു സിർറഹാ. ഭാര്യയും ഭർത്താവുമായി ബന്ധം സ്ഥാപിച്ചതിന് ശേഷം അവരുടെ മണിയറ രഹസ്യങ്ങൾ, സുമ്മ യൻഷുറു സിർറഹാ, ആ മണിയറ രഹസ്യങ്ങൾ അങ്ങാടിയിൽ വന്നോ കൂട്ടുകാരോടോ പരസ്യപ്പെടുത്തി പറയുന്ന ഭർത്താവേ, പരസ്യപ്പെടുത്തി പറയുന്ന ഭാര്യമാരെ, നാളെ നാണം കെട്ട ശിക്ഷയായിരിക്കും, നെറികെട്ട നിലയിലായിരിക്കും. നാളെ ജനങ്ങളുടെ മുന്നിൽ നികൃഷ്ടന്മാരിൽപ്പെട്ട ഏറ്റവും വലിയ നികൃഷ്ടനായിരിക്കും നീ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം